ഓ ശരി. ഓക്കെ. അപ്പം ചേട്ടൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് അറിയുന്നില്ല ആരും. അല്ല, നമ്മളതങ്ങനെ ഓർത്തു വെക്കാന്ന് വെച്ചാൽ നമുക്ക് അപ്പം എന്ത് തോന്നുന്നു. ഇതപ്പോ നമ്മള് ട്രസ്റ്റിന്റെ ഇതുണ്ടായ സമയത്ത് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ഈ എന്റെ പ്രോബ്ലം അറിയാലോ, എന്റെ കേസ് വിഷയങ്ങൾ വന്നപ്പോഴാണ് ട്രസ്റ്റ് എല്ലാം ഫ്രീസ് ചെയ്തത്. കാരണം എന്ത് പൈസ പോയാലും അത് പോലീസ് അതിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് വന്നോടെ എല്ലാം ഫ്രീസ് ചെയ്തു. അഡ്വക്കേറ്റ്സ് പറഞ്ഞ എല്ലാം ഫ്രീസ് ചെയ്യാൻ പറഞ്ഞു. ശരിക്കും ഇതുകൊണ്ട് ഒരുപാട് പാവങ്ങളിലേക്ക് ചെല്ലേണ്ട കാര്യങ്ങളെല്ലാം സ്റ്റോപ്പായി. ഇപ്പം നമ്മൾ RCC ആയിട്ട് കണക്റ്റഡ് ആയിരുന്നു, മെഡിക്കൽ ട്രസ്റ്റായിട്ട് കണക്റ്റഡ് ആയിരുന്നു. ഞാൻ കാണുപോലും ചെയ്യാത്ത ഒരുപാട് ആൾക്കാരെ ട്രസ്റ്റ് വഴി പോകുന്നുണ്ടായിരുന്നു. കാര്യം ഞാൻ തന്നെയാണ് സൈൻ ചെയ്ത് വിടുന്നെങ്കിലും ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. ഒരുപാട് ക്യാൻസർ പേഷ്യൻസ് നമ്മൾ ഒരു വർഷത്തിൽ ഏകദേശം 100 പേർക്ക് കണ്ണിന്റെ കാഴ്ച ശരിയായി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. +2 വരെ കുട്ടികളെ പഠിപ്പിക്കല് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ഇത് വന്നപ്പോ എല്ലാം ഫ്രീസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ വീടുകൾ ഇങ്ങനെ പണിത് കൊടുക്കുന്ന, ആദ്യം നമ്മളും കേരള ആക്ഷൻ ഫോഴ്സ്, പിന്നെ സെന്റ് സേവിയേഴ്സ് കോളേജ്, അങ്ങനെ കുറെ ആൾക്കാരൊക്കെ ചെന്ന് 90 വീട് നമ്മൾ വേറെ പണിത് കൊടുത്തിരുന്നു. അതിനുശേഷം പിന്നെ ട്രസ്റ്റും കേരള ആക്ഷൻ ഫോഴ്സും, ട്രസ്റ്റാണ് ഫണ്ട് ചെയ്യുന്നത്. ഞാൻ നമ്മളെ പേഴ്സണൽ ഇതിലായിരുന്നു. അതില് ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും സഹായം ചോദിച്ചൊന്നും നമ്മളെല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ ആരെന്തും നോക്കിയിട്ടല്ല, അത് സത്യസന്ധമാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ ചെയ്തിരുന്നു. ഇപ്പൊ ഈ ഇത് പറഞ്ഞോട്ട് ഞാൻ ചോദിക്കാനുണ്ട്, എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ദിലീപേട്ടനെതിരെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ വരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നൽ വന്നിട്ടുണ്ടോ ദിലീപേട്ടന്? ഞാനല്ലല്ലോ പറയണ്ടത്. അല്ല, ദിലീപേട്ടന് സ്വയം തോന്നിയിട്ടുണ്ടോ അതങ്ങനെ? ഇപ്പോഴെങ്കിലും തോന്നിയില്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത ഉണ്ട്. നിങ്ങൾ കാണുന്നില്ലേ? അതതിന്റെ ഭാഗമായിട്ട് എന്തുകൊണ്ട് അങ്ങനെയെന്ന് പറയുന്നത് നമ്മളാരും ഇപ്പൊ ഞങ്ങളാരും ഇപ്പൊ അസീസും ഉണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങളെല്ലാം സ്റ്റേജിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ഞങ്ങളെല്ലാം സീറോന്ന് വന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മള് കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടുന്നു. നമ്മൾക്ക് എന്താ, മറ്റുള്ളവരെ ചിരിപ്പിക്കുക, അവർ നല്ല അഭിപ്രായം പറയാം, ഇത് മാത്രമേ നമ്മുടെ ലക്ഷ്യം. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മുടെ വളർച്ച ആസ് ആൻ ആക്ടർ അല്ലെങ്കിൽ വേറെ രീതിയിൽ നമ്മൾ വളരുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ നമ്മൾ വളരുന്നതോടൊപ്പം ഒരുപാട് കുടുംബങ്ങളെ ഞങ്ങൾ നോക്കുന്നുണ്ട് എന്നുള്ളത് ഈ കല്ലെറിയുന്നവർ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അതുകൊണ്ട് നമ്മൾക്ക് ഒരു ഏറ് കിട്ടി നമ്മൾ വീഴുമ്പോൾ ഒരുപാട് കുടുംബങ്ങളാണ് കുഴപ്പത്തിലായി പോകുന്നത്. എന്റെ ഒരാളുടെ കുടുംബം മാത്രമല്ല, അത് ആരും അങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോ എന്റെ കാര്യത്തിൽ മാത്രമല്ല, സമൂഹത്തിൽ നടക്കുന്ന എന്തിനേയും നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ നിലയിലേക്കും വലിയ പ്രസ്ഥാനങ്ങളാണെങ്കിലും രാഷ്ട്രീയവും സിനിമ ഏത് തരത്തിലും ആയിക്കോട്ടെ, നല്ല നിലയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഇമേജ് ഇല്ലാതാക്കുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് എന്തോരം ആൾക്കാർ എവിടെയൊക്കെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് എല്ലാം ഫാമിലീസാണ് കൂടുതൽ.